MP-യുടെ കാറാണല്ലോ അത്. എന്തു പറ്റി സാർ? റേഡിയേറ്ററിന്റെ പൈപ്പ് പൊട്ടിയെന്നാ തോന്നണേ. തൊട്ടടുത്ത് വർക്ക്ഷോപ്പ് വല്ലതും? അടുത്തെങ്ങുമില്ല, കുറച്ചു ദൂരം പോണം. സാറങ്ങോട്ടാ? ബംഗ്ലാവിലേക്ക്. സാറെന്നാ എന്റെ കാറിൽ പൊക്കോളൂ, ഞാൻ ഈ കാർ ശരിയാക്കി അങ്ങോട്ട് കൊണ്ടുവന്നോളാം. അല്ല, അതിപ്പം ഒരു പ്രശ്നമില്ല സാർ, സാറ് കയറിക്കോളൂ, വരൂ. സുഭദ്രെ, സാറിന്റെ കാറ് കേടുവന്നു. രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. ഞങ്ങളൊരു ചെറിയ ഷോപ്പിങ്ങും കാപ്പൂടിയും ഒക്കെ കഴിഞ്ഞിങ്ങനെ. ഇത് നേരത്തെ പറയാമായിരുന്നില്ലേ? നിങ്ങൾ പൊയ്ക്കോളൂ. അത് സാരമില്ല സാർ. ഭദ്രെ, സാറിന്റെ ബംഗ്ലാവിൽ ഇരുന്നാ മതി, ഞാൻ ഉടനെ എത്തിക്കോളാം. സാറ് കയറിക്കോളൂ. ചാക്കോച്ച, ആ കുട്ടി വിളിച്ചകത്തിരുന്നു. ഓ, വരൂ കുഞ്ഞെ. ഇവിടെ ഇരുന്നോളൂ. ഒന്നുമില്ലടോ, ജയദേവനും ഭദ്രയും കാറപകടത്തിൽ മരിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? രണ്ടുപേരും കാറപകടത്തിൽ മരിച്ചിരിക്കുന്നു. ജയദേവനെ കുറിച്ച് പത്രത്തിലൊരു ന്യൂസ് ഉണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ ജോസഫ് എംപിയുടെ PA ആയിരിക്കെ കാറപകടത്തിൽ മരിച്ച ജയദേവന്റെ കുടുംബ സഹായ നിധിയിലേക്ക് എംപിയുടെ ഫണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു.
താൻ കള്ളന് കഞ്ഞി വെച്ചവനാണോ? അതെന്താ സാറേ? എന്താണെന്നോ, ഓരോ കാര്യസാധ്യത്തിനും ഓരോ കുപ്പിയായിട്ട് കയറി വരും. പാലം പണിക്കൊരു കുപ്പി, കൂപ്പിലേലത്തിനൊരു കുപ്പി. അല്ല, തന്റെ കയ്യിൽ ഈ കുപ്പി മാത്രമേ ഉള്ളൂ? അപ്പോ ഇലക്ഷൻ സമയത്ത് ഞാൻ തന്ന ഫണ്ടുകളൊക്കെ സാറ് മറന്നോ? അതൊന്നും ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഒക്കെ ജനങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. വോട്ട് കിട്ടാനേ. ഞാനൊരു പാവം ജനസേവകനല്ലേ. ഇത്തവണത്തെ പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ പ്രോഡക്റ്റിന്റെ എക്സ്പോർട്ടിംഗ് പെർമിറ്റ് സാറൊന്ന് ശരിയാക്കി തരണം. അത് താൻ പ്രത്യേകിച്ച് പറയണോടോ? അതിനു വേണ്ടിയല്ലേ പാർലമെന്റ് കൂടുന്നതിന് ഒരാഴ്ച മുമ്പ് നാളെ തന്നെ ഞാൻ പോണത്. എന്നാ കുപ്പിയല്ലാത്തൊരു പാർട്ടി ഞാനിന്ന് അറേഞ്ച് ചെയ്ത് തരും. ഞാനിപ്പോ വരാം. ഹലോ, അതെ, മനസ്സിലായി. വേഗം വരാൻ പറ. പെട്ടെന്ന്. വേഗം. ഹലോ സർ. വരൂ, വാ, ഇരിക്ക്. സദാനന്ദൻ മേലാണ് പറഞ്ഞയച്ചിട്ട് വന്നതാ. അറിയാം, എനിക്ക് ഫോൺ ചെയ്തിരുന്നു. സാർ എന്നെ തെറ്റിദ്ധരിക്കരുത്. മുതലാളിയുടെ ഒരു കാര്യമായതുകൊണ്ടാ ഞാനിവിടെ വന്നത്. അതൊക്കെ എനിക്കറിയില്ലേ. വാ. മനുഷ്യജന്മത്തിന്റെ സുഖവും സന്തോഷവും അനുഭവിക്കാൻ നിന്റെ പരമ്പരയിൽപ്പെട്ട ആരെയും ഞാൻ അനുവദിക്കില്ല. നിന്റെ മക്കളോട് കൂടി തന്നെ നിന്റെ തലമുറ നശിപ്പിക്കും ഞാൻ. അവരെ കൊണ്ട് മംഗല്യ ഭാഗ്യം അനുഭവിപ്പിക്കില്ല.
I think we are getting near to our goal. We should try to finish it by this month end. യെസ് സർ. പപ്പയുടെ പേരിലാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ കെട്ടിപ്പൊക്കുന്നതെങ്കിലും എന്റെ മനുമോൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. നാട്ടിലെത്തുന്ന അവളെ നേരിട്ട് സ്വീകരിച്ചിരുത്തേണ്ടത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കണമെന്ന് എനിക്കൊരു വാശിയുണ്ടായിരുന്നു. അത് നടക്കാത്തതിൽ എനിക്ക് പരാതിയൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. കാരണം ആ 1 month എന്റെ സിസ്റ്റർ എന്നോടൊപ്പം ഉണ്ടാവുമല്ലോ. എന്നാണ് സർ മാഡം ലണ്ടനിൽ നിന്ന് വരുന്നത്? ഡേ ആഫ്റ്റർ ടുമാറോ, മറ്റന്നാൾ. 2 ദിവസം കഴിഞ്ഞ് മമ്മിയുടെ 18ാം ചരമവാർഷികമാണ്. നാട്ടിലെ വീട്ടിൽ അവളോടൊപ്പം കഴിയാനാ തീരുമാനം. ഹോസ്പിറ്റലിന്റെ പണി തീരുന്നത് വരെ അവളവിടെ കഴിയട്ടെ. ആ അറ്റ്മോസ്ഫിയർ അവൾക്കൊരു ചേഞ്ച് ആയിരിക്കും. സാർ ഇന്ന് തന്നെ നാട്ടിലേക്ക് പോകുന്നുണ്ടോ? പോയല്ലേ പറ്റൂ. വർഷങ്ങളായി കാര്യസ്ഥനല്ലേ നോക്കുന്നത്. ബംഗ്ലാവ് ഏത് കോലത്തിലാണെന്ന് ഇനി ആർക്കറിയാം. പറഞ്ഞ സമയത്തിന് തന്നെ സാർ ഇത്രയും പാഞ്ചാലിക്കുള്ളൊരു മനുഷ്യൻ. നമസ്കാരമുണ്ട്. നമസ്കാരം. യാത്രയൊക്കെ സുഖമായിരുന്നു? സുഖമായിരുന്നു. എങ്ങനെയുണ്ട് പിള്ളച്ച? സുഖമല്ലേ? അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. എടാ സുന്ദര, എന്തോ ആ പെട്ടിയെല്ലാം എടുത്ത് സാറിന്റെ മുറി കൊണ്ടുപോയി. എന്റെ മോനാ സുന്ദരൻ. ജനിക്കുന്നതിന് മുമ്പിട്ട പേരാ. സാറേ, സാറും കുഞ്ഞും വരുന്നോണ്ട് ഇവിടെ അടുക്കളപ്പണിക്ക് എന്റെ ഭാര്യയോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ആര് വന്നാലും മനുമോളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നോണം. അവൾക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ? എടാ സുന്ദര, അയ്യോ എടാ പൊട്ടി മോൾ, നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കഴുതയുടെ മോൾ. നിനക്കൊക്കെ തീറ്റ വരുന്ന നേരം കൊണ്ട് 2 വാഴ വെച്ചിരുന്നെങ്കിൽ ഞാൻ ഒന്നും പറയാനില്ല കേട്ടാ. കള്ള ഹിമാറെ ചേട്ടാ, കള്ളപ്പുള്ള അന്നെ നമ്മൾ വിടൂല. എന്ത് തീരുമാനിച്ചാണ് എന്റെ വെപ്പ്? ഇന്ന കയ്യിൽ നിന്ന് വാങ്ങിയ കായ് നമുക്ക് ഇപ്പൊ കിട്ടണം. ഭഗവതി, ഈ ബാധ ഒഴിപ്പിക്കാൻ എന്തൊരു മാർഗം? അതേനാ ഞാൻ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കണേ. ഒന്നുകിൽ എന്റെ മയ്യത്ത് അല്ലെങ്കിൽ എന്റെ മയ്യത്ത്. രണ്ടും നമുക്ക് പുറത്തു വെച്ചാക്കാം കേട്ടോ. എന്ത് പുറത്തു വെച്ചാ ഞാൻ എന്തായാലും വിചാരിച്ചേ ഞാനൊരു പമ്പര വിറ്റായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. വിട്ടിയാണെന്ന് അറിയാമായിരുന്നു, പക്ഷെ പമ്പരമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നെ തനിക്ക് തെറ്റി. സദ്ദാം ഹുസൈന്റെ ബാപ്പ മുത്തുപട്ടർ വിചാരിച്ചിട്ട് പോലും എന്നെ ഒതുക്കാൻ പറ്റിയിട്ടില്ല. അത് അപ്പൊ പട്ടരുമായിട്ടുള്ള ബിസിനസ്സും പൊളിഞ്ഞോ? പൊളിക്കും, എല്ലാം പൊളിക്കും ഞാൻ. വിശ്വാസവഞ്ചന, ആൾമാറാട്ടം എന്നിവയെല്ലാം കാണിച്ച് തന്നെ ഈ നിമിഷം വേണമെങ്കിൽ എനിക്ക് അകത്താക്കാൻ കഴിയും. പക്ഷെങ്കിൽ ഞാനത് ചെയ്യൂല. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറായ ഒരു അവസ്ഥയിലാണ് ഞാൻ അറ്റ കൈ പ്രയോഗിച്ചത്. ആരെയും വഞ്ചിക്കണമെന്നുള്ള ഉദ്ദേശം എനിക്കില്ല. ഈ ബംഗ്ലാവ് വിറ്റിട്ടാണെങ്കിൽ പോലും സാറിന്റെ പണം ഞാൻ മടക്കി തരും. അങ്ങനെ വഴിക്ക് വാ. ഈ ബംഗ്ലാവ് വിൽക്കാൻ തനിക്കെന്ത് അവകാശം? ഈ ബംഗ്ലാവ് തന്റെയാ? അല്ല, എന്റെ അല്ല. ഇറക്കല്ലേ, വേല ഇറക്കല്ലേ, എന്റെ അടുത്ത് വേല ഇറക്കല്ലേ. നമ്മളെല്ലാം അറിഞ്ഞിട്ടല്ല വന്നിരിക്കണേ. 24, 24 എത്രയാണ്? 38. പോരാ, 48 മണിക്കൂറിനുള്ളിൽ എന്റെ കായ് തന്നിട്ടില്ലെങ്കിൽ താനും തന്നെ കുടുംബം അതെ ഓലത്തും ഈ കമ്പൗണ്ടിലിട്ട് വളർത്തും. കാണിച്ചരാ, ഓർമ്മിരിക്കട്ടെ. ഇതിനകത്ത് പിന്നെ ആവശ്യമില്ല.